ഇനി നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാം. അത് നമുക്ക് പച്ച പപ്പായ ഓമക്കായ ഒക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു വെറൈറ്റി ജ്യൂസ്, അതൊരു പച്ച കളറിൽ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ഓമക്കായ എടുക്കുക. അത് നമുക്ക് ഇതേപോലെ ചെറുതായി കഷ്ണങ്ങളാക്കി നുറുക്കുക. എന്തായാലും ഒന്ന് വേവിക്കാനാണ്, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അതിന് വേണ്ടിയിട്ട് നമുക്ക് കഷ്ണങ്ങളാക്കി എടുത്ത് നല്ലോണം കഴുകിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. കൂടുതൽ വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അതേപോലെ ഒന്നും ചെയ്യൊന്നും വേണ്ട, ഉപ്പൊന്നും ഇടണ്ട, വെറുതെ ഒന്ന് വേവിച്ചെടുക്കുക. ഒന്ന് വെന്താൽ മതി, ആ പച്ചമണമൊക്കെ ഒന്ന് പോയാൽ മതി. കൂടുതൽ വെന്തുടയൊന്നും ചെയ്യണ്ട. നമ്മുടെ ഓമക്കായ ഇവിടെ നല്ല വെന്തുണ്ട്. ഇതേപോലെ വെന്താൽ മതി. നമുക്ക് കൈ വെച്ച് അമർത്തിയാൽ ഉടയൊന്നും ചെയ്യരുത്. ഇതേപോലെ ഒന്നൊരു പച്ചമണം പോകുന്നവരൊന്ന് വേവിച്ചെടുക്കുക. നമുക്കത് തീ ഓഫ് ചെയ്യുക. ഇനി ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ, ഒരു കയ്യിൽ വെള്ളമൊക്കെ ഉണ്ടാവുള്ളൂ. അതും കൂടിയിട്ട് ജാറിൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുക്കണം. നമുക്കതിലേക്ക് പാകത്തിന് പഞ്ചസാര ഇടുക. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് പിസ്തയുടെ എസൻസ് ഉണ്ട്, അത് 2 തുള്ളി ഒഴിച്ചു കൊടുക്കുക. ഒരു വാനില എസൻസ് ഉണ്ടെങ്കിൽ അതൊരു കുറച്ചൊരു 3 തുള്ളി 4 തുള്ളി അത് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്നും നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഓമക്കായ അടിക്കുമ്പോൾ നമുക്ക് 2 ഏലക്കായ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ കൂടി ഒന്ന് അടിച്ചെടുക്കുക. അത് അടിച്ചതിൻ്റെ ശേഷം നമുക്ക് ഒരു ഗ്ലാസ് പാലൊഴിക്കണം. ഈ പാലൊഴിക്കണായിട്ട് മുന്നേ അടിച്ചെടുക്കണം, എന്നാലേ അത് അരയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ കഷ്ണങ്ങളായിട്ട് കെടുക്കുകയുള്ളൂ. ഈ പാലൊഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുക. ഇതേപോലെ നമുക്ക് നന്നായി അടിച്ചെടുക്കണം, തരിയൊന്നും ഇല്ലാതെ അടിച്ചെടുക്കുക. ആദ്യം തന്നെ അടിഞ്ഞുണ്ടാവും. പാലൊഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുക. നമ്മുടെ ജ്യൂസൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് തണുപ്പ് വേണം, തണുപ്പില്ലാതെ ഇത് കുടിക്കാൻ ടേസ്റ്റ് കുറവുണ്ടാവുക. പിന്നെ നമുക്ക് കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ടുണ്ട്, അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ തണുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്, ഐസും കട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതെല്ലാം നിങ്ങൾക്ക് പാല് തണുപ്പിച്ചിട്ട് അങ്ങനെയോ ആക്കാം. ഇതിലേക്ക് നമുക്ക് ആപ്പിളോ അനാറോ ഉണ്ടെങ്കിൽ അതും ഇടാം. അപ്പോൾ ആ ഓമക്കായ കൊണ്ട് നമുക്ക് 3 വലിയ ഗ്ലാസ് ജ്യൂസാണ് കിട്ടിയിരിക്കുന്നത്. ഇതേപോലെ ഓമക്കായ വെച്ചിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നല്ലൊരു അടിപൊളി ജ്യൂസാണിത്. നമുക്ക് ഈ ഓമക്കായ ഇതേപോലെ വേവിച്ചിട്ടൊരു 3 ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ആരെങ്കിലും പെട്ടെന്ന് വിരുന്നേര് വന്നാൽ പെട്ടെന്ന് നമുക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കാം. ഒരു 3 ദിവസമൊക്കെ നമുക്കിത് കേടുകൂടാതിരിക്കും. വെള്ളമൊക്കെ വാറ്റിയിട്ട് നമുക്ക് വെക്കണം. ഈ ജ്യൂസിൽ ആപ്പിളും മുന്തിരിയും കട്ട് ചെയ്തിട്ടിട്ട് നമുക്കത് കുടിക്കാട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.